വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്നൊരു ഫ്ലയേഡ് കുർത്തിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഞാനൊരു കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. 6 പാനൽ അനാർക്കലി ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്റർ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. സ്ലീവിന് ലൈനിങ് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 2 മീറ്ററാണ് ലൈനിങ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വാങ്ങിച്ച ക്ലോത്ത് ആയതുകൊണ്ട് നല്ല വിട്ടുള്ള ഫാബ്രിക്കാണിത്. ക്ലോത്ത് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. മുകൾ വശത്ത് ഫോൾഡഡ് സൈഡാണ്. അതുപോലെ തന്നെ എൻ്റെ നേരെ വരുന്നതും ഫോൾഡഡ് സൈഡ് തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പണിംഗ് സൈഡാണ്. മുകളിലെ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ടോട്ടൽ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 44 ഇഞ്ചസാണ്. അപ്പോൾ അതിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് ആദ്യം മൈനസ് ചെയ്യണം. അപ്പോൾ യോക്ക് ലെങ്ത്ത് 16 ഇഞ്ചസാണ് എടുക്കുന്നത്, സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട്. അപ്പോൾ 16 ഇഞ്ചസ് ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ 16 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 28 ഇഞ്ചസാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ 31 ഇഞ്ചസാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതുപോലെ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്കിങ്സ് ചെയ്യണം. സ്കേർട്ടിൻ്റെ പോർഷൻ തൽക്കാലം മാറ്റി വയ്ക്കാം. ഷോൾഡർ എടുക്കുന്നത് 16 ഇഞ്ചസാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടി ഇപ്പോൾ തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ആം ഹോൾ എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പാണ്. ഇതുപോലെ ലൈനായിട്ട് അത് ഡ്രോ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചസാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 11.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ചെസ്റ്റ് ലൈൻ ഡ്രോ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് വേസ്റ്റ് ലെങ്ത് ആണ് നോക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത് ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചസാണ്. താഴെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 16 ഇഞ്ചസാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനും പിന്നെ സ്കേർട്ട് ജോയിൻ ചെയ്യുന്നതിനും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ചാണ് ടോട്ടൽ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 38 ഇഞ്ചസാണ്. അപ്പോൾ അതിൻ്റെ 4/1 കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെസ്റ്റിൽ നിന്ന് നമുക്ക് വേസ്റ്റിലേക്കുള്ള ഷേപ്പ് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രോ ചെയ്തിരിക്കുന്നത് സീം അലവൻസിൻ്റെ ആ പോർഷൻ വെച്ചിട്ടാണ്. ഇനി ശരിക്കുള്ള ലെങ്ത്ത് വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ഡ്രോ ചെയ്ത് കാണിക്കാം. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് സ്റ്റിഫിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അവിടെ നിന്നും 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലൊരു സ്ലാൻഡിങ് ലൈൻ നെക്കിലേക്ക് വരച്ചു കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചിൽ കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ 1 ഇഞ്ചിൽ കൂടി കുഴിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഇത്രയുമുള്ള യോക്ക് പോർഷൻ്റെ മാർക്കിങ്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള ക്ലോത്തിൽ നിന്നും ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ആം റൗണ്ട് 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് വരുന്നത്. കിട്ടാവുന്ന അത്രയും ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ റൗണ്ട് 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതിയുടെ കൂടെ ഞാൻ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് എടുക്കുന്നത്. ഇനി ഷേപ്പ് ഡ്രോ ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യുന്നതിനായിട്ട് മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വരച്ചെടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത മിഡിൽ പോയിൻറ്റിൽ നിന്നും 1/2 ഇഞ്ച് താഴേക്ക് കുഴിച്ചാണ് വരയ്ക്കുന്നത്. സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കിങ്ങും കട്ടിങ്ങും എല്ലാം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ സ്ലീവിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ട് പാർട്ട് 6 പാനൽസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കൂടെയാണ് 2 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 11.5 ഇഞ്ചസാണ് വരുന്നത്. എന്നിട്ടത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. എൻ്റെ നേരെ വരുന്നത് ഫോൾഡഡ് സൈഡാണ്. ആ ഫോൾഡഡ് സൈഡിൽ നിന്ന്, അതായത് മുകൾ വശത്തു നിന്ന് ഞാൻ ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി അടുത്ത മാർക്കിങ് താഴെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്കേർട്ട് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 31 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നോക്കൂ, ഞാൻ ഈ കോർണറിൽ നിന്ന്, അതായത് ഇത് ഓപ്പണിംഗ് സൈഡാണ്, അവിടെ നിന്നും ഞാൻ ഇങ്ങോട്ട് ഒരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇത് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ മാർക്ക് ചെയ്ത ആ 4.25 ഇഞ്ചിൽ നിന്ന് ഈ 7.25 ഇഞ്ചിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ആ 4.25 ഇഞ്ചിൻ്റെ പോയിന്റിലാണിപ്പോൾ സ്കെയിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് ആ 7.25 ഇഞ്ചിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. താഴേക്ക് എത്തുമ്പോൾ സ്കെയിൽ താഴത്തെ പോയിന്റിലേക്കൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം. ബെൻഡിങ് വരാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കണം. 6 പാനൽസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് 2 ഫോൾഡഡ് പീസും 4 ഓപ്പണിംഗ് പീസസും ഉണ്ടാവും. ഇങ്ങനെ പാനൽസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടിരിക്കുകയും എന്നാൽ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പീസസ് ഇതുപോലെയാണ് വരുന്നത്. 2 ഫോൾഡഡ് പീസസും ഓപ്പോസിറ്റ് സൈഡിൽ 4 ഓപ്പണിംഗ് പീസസുമാണ് വരുന്നത്. ഓപ്പണിംഗ് പീസസിൻ്റെ ഈ താഴ്ഭാഗം നേരെ എടുത്ത് നമ്മൾ മുകൾ വശത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകൾ വശത്തെ വീതിയുള്ള ഭാഗം താഴേക്ക് വരുമ്പോൾ താഴെ നല്ല ഫ്ലെയർ കിട്ടും. താഴെ നമുക്ക് ഇത്രയും ഫ്ലെയർ കിട്ടുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിക്കാം. മുകൾ ഭാഗമാണ് നമ്മൾ യോക്ക് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് പാനൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കാണിക്കാം. നേരത്തെ ഞാനൊരു 6 പാനൽസ് കുർത്തിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് പാനൽസ് വരുന്നത്. സെൻട്രൽ ഫോൾഡഡ് പീസും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓപ്പണിംഗ് പീസസുമാണ് വെക്കുന്നത്. താഴെ ഇതുപോലെ നല്ല ഫ്ലെയർ കിട്ടും. യോക്ക് പാർട്ടിന് ഞാൻ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിനും ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.